IPL 2026 സീസണിലെ ഏറ്റവും ആവേശകരമായ മാറ്റങ്ങൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ മലയാളി താരം സഞ്ജു സാംസൺ അരങ്ങേറ്റം കുറിക്കുന്നു. അതും തന്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിനെതിരെയാണെന്നുള്ളത് പോരാട്ടത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നു. CSKയുടെ എല്ലാമായ MS ധോണി ഇല്ലാതെ ഒരു പുതിയ CSK നിരയാണ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന IPL ടീമിനെ ഇത്രയും ഐതിഹാസികമായ ഒരു ടീമാക്കി മാറ്റിയത് ധോണി തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ തലയില്ലാതെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു എന്നത് ആരാധകർക്ക് ചെറിയൊരു നിരാശ തന്നെയാണ്. എന്നാൽ ആ വിടവ് നികത്താൻ ചേട്ടൻ സഞ്ജു സാംസൺ എത്തുമ്പോൾ അത് പുതിയൊരു പ്രതീക്ഷയാണ് ടീമിന് ലഭിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന സഞ്ജു ഇത്തവണ CSKയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടാണ് എത്തുന്നത്. സഞ്ജു സാംസൺ വിക്കറ്റിന് മുന്നിൽ ധോണിയുടെ പിൻഗാമിയായി എത്തുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഗുവാഹത്തിയിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജുവിന്റെ പ്രകടനം നിർണായകമാകും. തന്റെ മുൻ ടീമിനെതിരെ കളിക്കുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി എത്തരത്തിലായിരിക്കുമെന്ന് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഒരു യുവനിരയെയും അനുഭവ സമ്പത്തുള്ള വിദേശ താരങ്ങളെയും കോർത്തിണക്കിയാണ് CSK ഇത്തവണ വരുന്നത്. ക്യാപ്റ്റൻ ഋതുരാജ് കെയ്ക്വാദിനൊപ്പം അനുഭവ സമ്പത്തുള്ള ശിവം ദൂബൈ, മാത്യു ഷോട്ട്, മാറ്റ് ഹെൻറി എന്നിവരും ആയുഷ് മാത്രേ, സർഫാസ് ഖാൻ, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ് തുടങ്ങിയ യുവ പ്രതിഭകളും അണിനിരക്കുന്ന ഒരു സന്തുലിതമായ ടീമിനാണ് ചെന്നൈ ഇത്തവണ അണിനിരത്തുന്നത്. ജാമി ഓവർടോൺ, പ്രശാന്ത് വീർ എന്നിവർ കൂടി ഉൾപ്പെടുന്ന ഈ 11 യുവത്വവും പരിചയസമ്പത്തും ഒത്തുചേർന്ന ഒന്നാണ്. മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസ് കൂടുതൽ കരുത്തരായിട്ടാണ് വരുന്നത്. ചെന്നൈയുടെ തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന രവീന്ദ്ര ജഡേജ ഇത്തവണ പിങ്ക് ജേഴ്സിയിലാണ്. സഞ്ജുവും ജഡേജയും പരസ്പരം ടീം മാറി ഏറ്റുമുട്ടുമ്പോൾ അത് IPL ചരിത്രത്തിലെ തന്നെ കൗതുകകരമായ ഒരു കാഴ്ചയാകും. സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാനെ ആര് നയിക്കുമെന്നതും ശ്രദ്ധേയമാണ്. IPL 2026 3 മത്സരങ്ങളാണ് ഗുവാഹത്തിയിൽ നടക്കുന്നത്. മാർച്ച് 30 വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ടിക്കറ്റുകൾ ഇതിനകം തന്നെ വിറ്റു തീർന്നിരിക്കുകയാണ്. മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് സഞ്ജുവിന്റെ ഈ പുതിയ വേഷം വലിയ ആവേശമാണ് നൽകുന്നത്. ധോണി എന്ന തണലില്ലാതെ CSKയെ മുന്നോട്ട് നയിക്കുക എന്നത് ഋതുരാജിനും സഞ്ജുവിനും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ശിവം ദുബൈയെ പോലെയുള്ള പവർ ഹിറ്റേഴ്സും ഖലീൽ അഹമ്മദിനെ പോലെയുള്ള പേസർമാരും ടീമിന് ബാലൻസ് നൽകുന്നു. മറുവശത്ത് ജഡേജയുടെ ഓൾറൗണ്ടർ മികവ് രാജസ്ഥാന് വലിയ മുന്നേറ്റം നൽകുന്നുണ്ട്. ചേട്ടൻ ഇന്ന് തന്റെ പഴയ ടീമിനെ അടിച്ചു തൂക്കുമോ അതോ CSKയെ അടിമുടി അറിയുന്ന ജഡേജയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ CSK കൂപ്പുകുത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.